അങ്ങനെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ SIR ബന്ധപ്പെട്ട ഇന്നത്തെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവരും ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നമ്മളെ മൊബൈലിൽ തന്നെ നമുക്ക് നോക്കാൻ കഴിയുന്ന ഇതാ ഞാനൊന്ന് ഒരു ആപ്ലിക്കേഷനാണ് കാണിച്ചു തരുന്നത്. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ നാട്ടുകാരും വീട്ടുകാരും അതിലുണ്ടോ നോക്കാം. ഇത് അടുത്ത മാസം ജനുവരി 22-നുള്ളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലില്ലെങ്കിൽ നമ്മൾ ആയിട്ട് 6 ഫോം അപ്പീൽ നൽകണം കേട്ടോ. മറക്കണ്ട, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്തെടുത്തുന്ന അത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് കാണുക. ഒന്നും വേണ്ട, ഗൂഗിൾ ഓപ്പൺ ആക്കുക. കേരള വോട്ടർ ലിസ്റ്റ് നിന്ന് ഓപ്പൺ ആക്കുമ്പോഴേക്ക് തന്നെ SEC കേരള എന്ന് വരും. അതൊന്നും ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേരള എന്ന് കാണും. നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ OTP ഒന്നും വരാതെ തന്നെ നമുക്കിത് കാണുക. അവിടെ സെലക്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് വെച്ചാൽ ആ ജില്ല സെലക്ട് ചെയ്യുക. എൻ്റെത് കോഴിക്കോട് സെലക്ട് ചെയ്ത് പിന്നെ ലോക്കൽ ബോഡി നിങ്ങൾക്ക് ഏത് ലോക്കലാണ് ആ ജില്ലയിൽ നിങ്ങളിത് നോക്കണം. എൻ്റെത് ഓമശ്ശേരിയാണ് കേട്ടോ. നിങ്ങളതൊക്കെ നോക്കിയിട്ട് ഇതിൽ ഏതാണ് നോക്കുക. ഓമശ്ശേരി ഞങ്ങൾക്ക് പ്രസ് ചെയ്ത് നമ്മൾ രണ്ടാമത്തെ ഓമശ്ശേരിയായി. മൂന്നാമത്തേതാണ് നമ്മുടെ വാർഡാണ് നമ്മൾ നോക്കേണ്ടത്, ഏത് വാർഡിലാണുള്ളത്. ഇപ്പം ഞാൻ കുളത്തക്കര വാർഡാണ് എൻ്റെ വരിക. കുളത്തക്കര 14-ാം വാർഡിൽ. ഓക്കെ, 14-ാം വാർഡിലാണ് എൻ്റെ പേര് വന്നത്. പിന്നെ സെലക്ഷൻ പിന്നെ വരുന്നത് പോളിംഗ് ബൂത്ത്. നമ്മൾ പോളിംഗ് വോട്ട് ചെയ്യുന്ന സ്ഥലം അതും അവിടെ ബദ്രുദ്ദീൻ മദ്രസ. ഇനി നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നമുക്കിതിൽ മലയാളം ഏത് വേണം സെലക്ട്. പിന്നെ നമ്മളെ ഈ ക്യാപ്ച അത് അടിക്കുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. കമ്പ്യൂട്ടറിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ചെറിയ അക്ഷരം വലിയ അക്ഷരം ആയാലും ഒന്നും കുഴപ്പമില്ല. RCTPU അതിൻ്റെ RCTPU അത് കറക്റ്റായിട്ട് അടിക്കണം കേട്ടോ, തെറ്റിപ്പോരുതേ. അപ്പോൾ അതാ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞ് നമ്മളെ വാർഡിലുള്ള മുഴുവൻ ആൾക്കാരെ പേരും ഇതിൽ വന്നു കഴിഞ്ഞു. ഈ വാർഡിലുള്ള മുഴുവൻ ആരൊക്കെ പുറത്ത് പോയിട്ടുണ്ട് അതൊക്കെ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ സാബിറ ഡിലീറ്റഡാണ്. സാബിറിൻ്റെത് മുജീബ് ഡിലീറ്റഡാണ്. ഇപ്പോൾ ഓരോ പിന്നെ വീട്ടുപേര് എപ്പിക് നമ്പർ എല്ലാം ഇതിൽ കാണിക്കട്ടോ. ഓരോരുത്തരുടെ വീട്ടുപേര് ഇവിടെയാണ് ഉണ്ടാകുക. അപ്പം നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പേരൊക്കെ ഉണ്ടാവും കേട്ടോ. ചുടലച്ചാലിൽ മുനീറുദ്ദീൻ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ സഹീർ അസ്ന അതൊക്കെ ഞങ്ങളുടെ അയൽവാസികളാട്ടോ. അപ്പോൾ അവരൊക്കെ നമ്മൾ കാണാം, അവരൊക്കെ ഇതിലുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ അയൽവാസികളാട്ടോ. എൻ്റെ പേര് കണ്ടോ, ഫാത്തുമ, മുനീറുദ്ദീൻ, സജിന. ഞാനും എൻ്റെ ഉമ്മയും സജിനയും 2 മക്കളുടെ പേര് ഇതിലില്ല. മുനവ്വർ ഷാദിലില്ല, അതാണ് പറ്റിപ്പോയത്. മോൻ്റെ പേര് കാണുന്നില്ല. അപ്പോൾ ഇത്രയും ആളുകൾ നമ്മളെ ഈ ഇതിലിപ്പോൾ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ 24 ലക്ഷം പേരാണ് ഈ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് പുറത്ത്. അതിൽ മരിച്ച ആളുകളൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ നിലവിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ മാസം അടുത്ത മാസം 22-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യുക, ഡിക്ലറേഷൻ ഫോം നമുക്ക് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം കൂടി ഉണ്ട് കേട്ടോ.